പ്രതീഷ്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉത്തരവുമുണ്ട്. അതായത് തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുകയാണ് എങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യത തന്നെ BJP നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള സമ്മേളനമായി തന്നെ ഇതിനെ കാണാം. കാരണം കേരളത്തെ കയ്യിലെടുത്തു പോകുക എന്നത് തന്നെയാണ് നരേന്ദ്രമോദി ഈ സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം സംസ്ഥാനത്തെത്തുന്ന അവസാനത്തെ ഒരു രാഷ്ട്രീയ പരിപാടി എന്ന് വേണമെങ്കിൽ അതിന് പറയാൻ കഴിയും. ഇനി അദ്ദേഹം ഒരുപക്ഷെ വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് റാലികളിലേക്കായിരിക്കും. അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാടിനെ ഒരുക്കുക, അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തൃശ്ശൂർ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് BJPയുടെ അടുത്ത സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയിൽ, പക്ഷേ തൃശ്ശൂരിന്റെ കാര്യത്തിൽ അവർക്ക് കൃത്യമായ വ്യക്തതയുണ്ടത് സുരേഷ് ഗോപി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് തൃശ്ശൂരിലേക്ക് മഹിളകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ശൈലി നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളീയ വേഷത്തിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുമെന്ന് കരുതാം. അദ്ദേഹം മുൻപ് പലപ്പോഴും എത്തിയപ്പോൾ അങ്ങനെ കേരളീയ വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJP രാഷ്ട്രീയമായിട്ടൊക്കെ ഒരുക്കും. അവിടെ തൃശ്ശൂരിൻ്റെതായിട്ടുള്ള തനത് സംസ്കാരമുണ്ട്. അക്ഷര നഗരിയാണ്. ഒരുപാട് സാംസ്കാരിക തനിമകളുടെ ഈറ്റില്ലം കൂടിയാണ് തൃശ്ശൂർ. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വരവിൽ എത്രത്തോളം വർണ്ണപ്പൊലിമ കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഈ വീഥികളിൽ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വീഥികളിലൊക്കെ കാണാൻ കഴിയുമോ ബിനിൽ? ബിനിൽ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പ്രത്യേക ഹെലികോപ്റ്ററിലാണ് അവിടേക്ക് എത്തുന്നു, തൃശ്ശൂരിലേക്ക് കടക്കാൻ പോകുന്നു എന്നുകൂടി. ബിനിൽ, ഇതാണ് പുതിയ ഇൻഫർമേഷൻ. പ്രതീക്ഷ നേരത്തെ നിശ്ചയിച്ചിരുന്നത് 2:25 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പുറപ്പെടുമെന്നതാണ്. അല്പം വൈകിയെങ്കിൽ പോലും കൃത്യമായി അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂർ സമയമാണ് ഈ കുട്ടനെല്ലൂർ ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ എടുക്കുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം തൃശ്ശൂർ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരുക. 3:25 പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറും SPG ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ റോഡ് ഷോ തുടങ്ങുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പ്രതീക്ഷിച്ച് ഈ റോഡിന് ഇരുവശവും നൂറുകണക്കിന് BJP പ്രവർത്തകർ, ആയിരക്കണക്കിന് BJP പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. അതായത് തൃശ്ശൂർ പൂരനഗരിയെ ഒരു നരേന്ദ്രമോദിയുടെ ഒരു മിനി പൂരമാണ് നമുക്കിനി കാണാൻ പോകുന്നത്. അദ്ദേഹം വരുമ്പോഴെല്ലാം തന്നെ ആ നാട്ടിൽ അദ്ദേഹം ഇളക്കി മറിച്ചാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം നടത്താൻ പോകുന്നത് എന്നതൊരു സർപ്രൈസായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏത് രീതിയിലും പുതിയ രീതിയിലേക്ക് അദ്ദേഹം ഈ രണ്ട് വശങ്ങളിലും കൂടിയിരിക്കുന്ന അണികളെ ആവേശത്തിലാക്കിയാണ് പ്രധാനമന്ത്രി എല്ലായിടത്തും കടന്നു പോകുന്നത്. യുവം പരിപാടിക്കായി കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം തേവര ജംഗ്ഷൻ മുതൽ ഈ പരിപാടി സ്ഥലമായ SH കോളേജിലേക്ക് വരെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ഇരുവശത്തും തടിച്ചുകൂടിയിരുന്നവരെ